ഇതൊരു ശാന്ത കേരളത്തിൻ്റെ കഥയല്ല, ഇതൊരു മിഥ്യയുമല്ല. ഇത് മനുഷ്യൻ്റെ ചതിയുടെ, ശാപത്തിൻ്റെ, പ്രതീക്ഷാപരമായ ആത്മാവ് എന്നവയുടെ ഭീതികഥയോടൊപ്പം യാഥാർത്ഥ്യത്തിൻ്റെ അരിവിലൂടെ പറഞ്ഞ ഒരു കഥയാണ്. കാലം 1700-കൾ. പടിഞ്ഞാറൻ കാട്ടുകളുടെ വയനാട് സിനിമയിൽ കാണുന്ന പോലെ തന്നെ ശാന്തവും പച്ചപ്പും നിറഞ്ഞതായിരുന്നു. പക്ഷേ ആ കാടിലാണ് ഇന്ന് ചങ്ങലമരം എന്ന പേരുള്ള ഒരു മരം ഭീതിയായി നിലകൊള്ളുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ അൺടോൾഡ്. നമ്മൾ ഇന്ന് പോകുന്നത് വയനാടിനെ എന്നും പേടിപ്പിച്ച കരിന്തണ്ടൻ്റെ കഥയിലേക്കാണ്. കരിന്തണ്ടൻ ഒരു ശ്രീമന്ത ഗ്രാമ സ്വദേശിയായ കഷ്ടപ്പാട് നിറഞ്ഞ വനജീവി. അവൻ ആ പ്രദേശത്തെ പാതകളെയും കാടുകളെയും മനസ്സിലാക്കുന്ന ഒരേ ഒരാളായിരുന്നു. ഒരു ദിവസം ബ്രിട്ടീഷുകാരനായ ഒരു എഞ്ചിനീയർ കരിന്തണ്ടനോട് ഒരു സഹായം അഭ്യർത്ഥിച്ചു. അവർക്ക് യാത്ര ചെയ്യുവാനായി ഒരു നല്ല പാത കണ്ടുപിടിക്കണം. എന്നാൽ കരിന്തണ്ടൻ ഈ പാത വെറും നിഷ്പ്രയാസം കണ്ടുപിടിക്കുകയും അത് ബ്രിട്ടീഷ് എഞ്ചിനീയർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ പാത വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രിട്ടീഷ് എഞ്ചിനീയർക്ക് സ്നേഹമായിരുന്നില്ല. അവനൊരു ക്രൂരമായ ചതിയാണ് അവനോട് ചെയ്തത്. അവനെ കൊന്നടക്കി. അതിനുശേഷം ആ പാതയിലൂടെ അവൻ തിരിച്ചുപോയി. കാരണം ഒരു ഗ്രാമക്കാരൻ്റെ സഹായം രാഷ്ട്രഹിതത്തിന് വേണ്ടി ഉപയോഗിച്ചതിൽ പറയാനാവാത്ത ഒരു നാണക്കേട് ബ്രിട്ടീഷ് എഞ്ചിനീയർക്ക് തോന്നിയിരുന്നു. അതുപോലെ തന്നെ ആ പാത കണ്ടുപിടിച്ചതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കരിന്തണ്ടനിലേക്ക് പോകുമോ എന്നുള്ളൊരു ഭയവും എഞ്ചിനീയർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവത്തിന് ശേഷം പാതയിലൂടെ ജനങ്ങൾ നടക്കുമ്പോൾ ഒരിക്കലും കാണാത്ത വിധം ദൂരങ്ങളിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കപ്പെട്ടു തുടങ്ങി. ആളുകൾ നടക്കുമ്പോൾ അവരുടെ പിന്നിലായി കാൽവെച്ചുകളുടെ ശബ്ദങ്ങൾ, മരത്തിൻ്റെ സമീപമായി ഒരേ സമയം ചലിക്കുന്ന നിഴലുകൾ. പലരും പറഞ്ഞു, പാതയിലൂടെ നടക്കുമ്പോൾ ഒരുത്തൻ്റെ പടികളുടെ ശബ്ദം ഉള്ളിലേക്ക് നിന്നെ പിന്തുടരുന്ന പോലെ തോന്നും. കാലത്തിനൊപ്പമുള്ള മഹാപണ്ഡിതന്മാരിൽ നിന്നുള്ള ഒരു വിശ്വാസപ്രകാരം കരിന്തണ്ടൻ്റെ ആത്മാവ് ഭൂതമായി പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭയവും അപകടവും ജനിപ്പിക്കുകയുണ്ടായി. അതിനാൽ ഒരു വലിയ മരത്തിൽ ഒരു പ്രശസ്ത ഇരുമ്പ് ചങ്ങലകൾ കെട്ടി അദ്ദേഹത്തെ അവിടെയുണ്ടായിരുന്ന കാർമ്മിക ബലഹീനതയിൽ നിന്ന് ബന്ധിച്ച് ഒരിടത്തേക്ക് പൂട്ടിവെച്ചു. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ചങ്ങലമരം. പാതയിലൂടെയുള്ള യാത്രയിൽ രാത്രിയാണ് ഏറ്റവും ഭീകരമായ അനുഭവം പറയപ്പെടുന്നത്. പടികളോടടുത്ത് നിന്നാൽ പിന്നിൽ ഒരു സ്തംഭനമായ ശബ്ദം കേൾക്കപ്പെടുന്നു. കാറ്റില്ലാത്ത സമയത്ത് രക്തം തണുത്ത ഒരു ശബ്ദം. ആ മരത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണെങ്കിൽ കണ്ണാടിയിൽ പോലുള്ള വെള്ളം കാണപ്പെട്ടു. അതിലൊരു മുഖം പ്രത്യക്ഷപ്പെടും. എക്കാലവും പാതയിലൂടെ പേർ പറഞ്ഞു, അവിടെ നിന്നില്ലായ്മയുള്ള ഒരു ശൂന്യതയും ഒരേ സമയം ആരെയും പോലും നീങ്ങാൻ ഊർജമില്ലാത്ത എന്ന ഭയാനകമായൊരു ശബ്ദവും നമുക്ക് അവിടെ കിട്ടും. ശാസ്ത്രം ഇതിനെ അക്കോസ്റ്റിക് ഇല്യൂഷൻ, എക്കോ എഫക്റ്റ് ഓഫ് വാലി വിൻഡ്സ്, സബ് കോൺഷ്യസ് ഫിയർ, ട്രാവൽ സ്ട്രെസ് എന്നിങ്ങനെ ശബ്ദങ്ങൾക്കും കാഴ്ചകൾക്കും സാഹചര്യങ്ങൾ കുറിക്കുന്നു. എന്നാൽ ഇങ്ങനെയുള്ള സമാനമായ പറഞ്ഞ അനുഭവങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടതല്ല. ഒരുപക്ഷെ ഒരു പകയും ഒരു തിരിച്ചറിവിലേക്കുള്ള ആന്തരിക വികാരവും ആ ചങ്ങലമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭീതിയും ഒക്കെയാകാം ഇതിൻ്റെ കാരണങ്ങൾ. ഇന്ന് ലോകമെമ്പാടുമുള്ള യാത്രക്കാർ ഈ പാതയും ചങ്ങലമരവും വിശ്വാസകരമായ ഒരു മസ്റ്റ് വിസിറ്റ് ലിസ്റ്റാക്കി മാറ്റി. യാത്രക്കാർ ചിലപ്പോൾ രാത്രിയിൽ പോയ ശബ്ദങ്ങൾ കേൾക്കുന്നു. പാത പെട്ടെന്ന് തണുത്തു പോകുന്നു. ചെയിൻ ട്രീയുടെ അടിയിൽ ഒരു മനുഷ്യാകൃതി കരകയറുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ നിരവധി പേർ പറയുന്നു. ഒരു വഴിയിലൂടെ ആരംഭിച്ച മനുഷ്യൻ്റെ ചതിയുടെ 18 നൂറ്റാണ്ടിന് ശേഷം ഒരു ചങ്ങലമരവും ആത്മാവിൻ്റെ വിശ്വാസവും ഭയാനക അനുഭവങ്ങളും ഒന്നായി ചേർന്നിരിക്കുന്നു. പാതയിലേക്ക് മറ്റൊരു രാത്രി നീങ്ങുമ്പോൾ പടികളിലൂടെ നീ പറയാതെ പോകുന്ന ഒരു ശബ്ദം പിന്നിലേക്ക് നീ കാണുന്നത് മാത്രമാണ്. അത് കരിന്തണ്ടൻ്റെ നിശബ്ദ പ്രതികാര ഗാനമാകാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ അൺടോൾഡ്. ഇതുപോലുള്ള കൂടുതൽ ചർച്ച ചെയ്യാത്ത ഭീതിപ്പെടുത്തുന്ന കഥകൾ കേൾക്കുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.